സംസ്ഥാനത്ത് എയർ പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത് കൂടുകയാണ്. കഴിഞ്ഞ 5 മാസങ്ങൾക്കിടെ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നുമാണ് പാഴ്സൽ കൂടുതലായി വരുന്നത്. ഡാർക്ക് വെബ് വഴിയാണ് വിദേശത്ത് നിന്ന് ലഹരി എത്തിക്കുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി. ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ കൊറിയർ വഴിയൊക്കെ തന്നെ ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് വരുന്നു. അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അറിവാണ്. ഇത് ആദ്യം ഇവർ ചെയ്യുന്നത് എന്താണെന്നാൽ ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ടാക്കുന്നു. ഈ ഓൺലൈൻ സൈറ്റ് വഴി ഈ ഓർഡറുകൾ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ പണം അയക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഇവർ ഏറ്റവും ആദ്യം ചെയ്യുന്ന നടപടി. അതിനുശേഷം വിദേശത്ത് നിന്നും ഈ പാഴ്സലുകൾ വഴിയായി ഇവർക്ക് വേണ്ട ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു, ആവശ്യക്കാർക്ക് വേണ്ട ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് എയർ പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത് കൂടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 കേസുകളും കഴിഞ്ഞ 2 ദിവസത്തിനിടെയാണ് രജിസ്റ്റർ ചെയ്തത്. 63 ഗ്രാം MDMA വന്നത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 80 ഗ്രാം മറ്റ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാഴ്സൽ വരുന്നത് അധികവും ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നുമാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. വിദേശത്തു നിന്നും ലഹരി എത്തിക്കുന്നത് ഡാർക്ക് വെബ് വഴിയാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഇടപാടുകൾക്ക് ശേഷം ഈ സൈറ്റുകൾ പൂർണ്ണമായും, അതായത് ഈ ഇടപാട് നടക്കുന്ന സൈറ്റുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയാണ് പതിവ്. പാഴ്സലുകൾ എത്തുന്നതെല്ലാം വ്യാജവിലാസത്തിലായതിനാൽ പ്രതിയെ കണ്ടെത്താനാവുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണിപ്പോൾ ഈ രംഗത്തുള്ള ഏജൻസികൾ പറയുന്നത്. കസ്റ്റംസ് പ്രിവെന്റീവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൾക്ഷാമം രൂക്ഷമാണ്. അവർക്ക് ഈ കേസ് തുടർന്ന് അന്വേഷിക്കുന്നതിനുള്ള പരിമിതിയും ഇതിന്റെ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഓക്കെ ശ്രീകാന്ത്.